ആഗോളതലത്തിൽ ഈ അടുത്ത കാലത്തായി ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപോലെ വ്യാപാര മേഖലയിലും പ്രതിരോധ മേഖലയിലും ഇന്ത്യ ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇന്ത്യ അടുത്ത കാലം വരെ ഏഷ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നിവരുമായിട്ടായിരുന്നു കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ത്യ അടുത്തിടെ ഓസ്ട്രേലിയ, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ, UAE എന്നിവരുമായി ഉണ്ടാക്കിയ വ്യാപാര കരാറുകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. കൂടാതെ കിർഗിസ്ഥാനുമായും ന്യൂസിലൻഡുമായും അമേരിക്കയുമായും വ്യാപാര കരാറുകൾ അവസാന ഘട്ടത്തിലുമാണ്. ഇനി പ്രതിരോധ രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയുമായിട്ടുള്ള ബന്ധമാണ്. കാലങ്ങളായി റഷ്യ ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പ്രതിരോധ സാമഗ്രികളിൽ മിക്കവയിലും റഷ്യൻ സാങ്കേതിക വിദ്യയുമായിട്ടുള്ള ബന്ധം കാണാം. അതിപ്പോൾ ഫൈറ്റർ ജെറ്റ് ആയാലും മിസൈലുകളായാലും ശരി. ഏതാണ്ട് ഇതിന് സമാനമാണ് ഫ്രാൻസുമായുള്ള ബന്ധവും. യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് പുറമെ ഇന്ത്യയുടെ AMCA MAC 2 മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണത്തിൽ ഫ്രഞ്ച് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ബ്രിട്ടനുമായി സഹകരിച്ചും അഡ്വാൻസ്ഡ് എയർ ടു എയർ മിസൈലുകളും സ്റ്റാർ സ്ട്രീക്ക് മിസൈലുകളും നിർമ്മിക്കാനുള്ള പദ്ധതികൾ നടന്നു വരികയുമാണ്. ഇതിനൊക്കെ പുറമെ ഇന്തോ പസഫിക് മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ചെറുക്കുന്നതിനായി ഓസ്ട്രേലിയയുമായും ജപ്പാനുമായും ഇസ്രയേലുമായും വിവിധ ഏഷ്യൻ രാജ്യങ്ങളുമായും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമൊക്കെയുമായി ഇന്ത്യ പ്രതിരോധ തലത്തിൽ സഹകരണം പുലർത്തുകയും ചെയ്യുന്നു. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇതിനപ്പുറം വേറെയും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട്. അതിൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്താരാഷ്ട്ര ക്രമം പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്നലെ ബെൽജിയത്തിലെ ബ്രസൽസിൽ വെച്ച് നടന്ന ആദ്യത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്ട്രാറ്റജിക് ഡയലോഗ് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇത് വെറുമൊരു തന്ത്രപ്രധാനമായ യോഗമായിരുന്നില്ല, മറിച്ച് വിശാലമായ വിഷയങ്ങളിൽ ഉന്നതതല ഇടപെടലിനുള്ള പുതിയതും ഔപചാരികമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് ആഗോള ശക്തിയായി വളരുന്ന ഇന്ത്യയുടെ പ്രാധാന്യം പാശ്ചാത്യ ശക്തികൾ അവസാനമായി അംഗീകരിച്ചതിൻ്റെ തെളിവ് കൂടിയാണ്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി നമ്മുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പാകിസ്ഥാനെ ടെററിസ്റ്റൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ പ്രസ്താവന പിന്നീട് വലിയ വാർത്തയാവുകയും ചെയ്തു. I would urge you to make it, don't think of it as India, Pakistan, think of it as India, Terroristan. You will then appreciate it. തുടർന്നുള്ള ചർച്ചയിൽ അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരതയെപ്പറ്റിയും അതിലെ ഇന്ത്യയുടെ നിരാശയും ഇതിനെതിരെ ഇന്ത്യയുടെ അചഞ്ചലമായ നിലപാടുകളും ഈ യോഗത്തിൽ വ്യക്തമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്റെ പ്രസംഗത്തിനിടെ ആണവ ബ്ലാക്ക്മെയിലിനെ കുറിച്ചും പരാമർശിക്കാൻ മറന്നില്ല. യഥാർത്ഥത്തിൽ യൂറോപ്യൻ വേദിയിൽ നടത്തിയ ഈ പ്രസ്താവന ശക്തമായ ഒരു സന്ദേശമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. പരമ്പരാഗത ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ചർച്ചകൾക്കപ്പുറം പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയുടെ അടിസ്ഥാന വിഷയം ഉയർത്തിക്കാട്ടാൻ അന്താരാഷ്ട്ര വേദി ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. ഇത്തരം പങ്കാളിത്തത്തോടെ ഇന്ത്യയുടെ ഇതുപോലെയുള്ള ഭീഷണികൾ നേരിടുന്നതിന് അവരുടെ കൂടെ സഹകരണം ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമായി വാണിജ്യ തലത്തിലുള്ള കരാറുകളും സഹകരണങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്നത് യൂറോപ്യൻ യൂണിയന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് കാരണം ചൈനയ്ക്കപ്പുറം വിതരണ ശൃംഖല വ്യാപിപ്പിക്കേണ്ടത് അവരുടെയും ആവശ്യമാണ്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ വളർച്ചയുടെ ഗുണഫലങ്ങളുടെ ഭാഗമാകാൻ അവർ ശ്രമിക്കുന്നതിന് കുറ്റം പറയാൻ കഴിയില്ലല്ലോ. കേവലം വാണിജ്യ ബന്ധങ്ങൾക്കപ്പുറം പ്രതിരോധ മേഖലയിലെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി സഹകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. സംയുക്ത പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപ്പാദനവും സാങ്കേതികവിദ്യ കൈമാറ്റവും സംയുക്ത സൈനിക അഭ്യാസങ്ങളും ഈ കൂട്ടുകെട്ടിന്റെ ഭാഗമായി നടക്കാൻ പോകുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ മേൽക്കൈ കടൽ കൊള്ളക്കാരിൽ നിന്നും രക്ഷ നേടുന്നതിന് യൂറോപ്യൻ ഷിപ്പുകളെ സഹായിക്കും. കൂടാതെ നാവിഗേഷൻ സ്വാതന്ത്ര്യവും സൈബർ സുരക്ഷയുടെ കാര്യത്തിലും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലും പങ്കാളികളാകാനും ഇന്ത്യക്ക് സാധിക്കും. ഇതിനെല്ലാം അപ്പുറം ബഹിരാകാശ ഗവേഷണ രംഗത്തും ഈ സഹകരണം രണ്ടു കൂട്ടർക്കും നിർണായകമാണ്. ചുരുക്കി പറഞ്ഞാൽ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധം തീവ്രവാദം മുതൽ AI സാങ്കേതിക വിദ്യ വരെയുള്ള വിവിധ മേഖലകളിൽ രണ്ടു ഭാഗത്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെ നോക്കിയാൽ ബെൽജിയത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ തന്ത്രപ്രധാനമായ സംഭാഷണം വൻ വിജയമായിരുന്നു എന്ന് കരുതാം.